ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അബ്ദുൽ നാസർ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടിപ്പ് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പല കൂട്ടുകാർക്കും പ്രശ്നമായിരിക്കേണ്ടതാണ് 16 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഐഫോൺ വാങ്ങുന്ന പല കൂട്ടുകാർക്കും പ്രശ്നമാണ് എം ബി തീരുന്നു എന്നുള്ള പ്രശ്നം. അതിനൊരു ചെറിയൊരു പരിഹാരം, നമ്മളുടെ വീഡിയോകളുടെ സൈസുകൾ എങ്ങനെ കംപ്രസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിന് മുമ്പായി ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനായിട്ട് നമ്മുടെ ഐക്കോൾ ID ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോറേജ് അവൈലബിൾ ആണ്. ആ സ്റ്റോറേജിൽ 5 GB വരെ സ്റ്റോറേജ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോസ് എല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ ഗാലറിയിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി ആയ 16 GB നിന്ന് നഷ്ടമാവുകയില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ വീഡിയോയുടെ ഫയലുകൾ കംപ്രസ് ചെയ്യാവുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. കംപ്രസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഒപ്പം തന്നെ ഞാൻ വെക്കുന്നുണ്ട്. ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മേളിൽ ചൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഒറിജിനൽ സൈസ് 8.1 MB ആണ്. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ 4.1 MB വരെ നമുക്ക് അത് കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംപ്രസ് ചെയ്ത ഒരു വീഡിയോ ചെക്ക് ചെയ്യാം. അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ആ വീഡിയോ നമ്മുടെ ഗാലറിയിലായി സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരമുള്ള പുതിയ അറിവുകൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാനായി എൻ്റെ പേജായ അബ്ദുൽ നാസർ എന്ന പേജ് ക്ലിക്ക് ചെയ്യുക. മാക്സിമം കൂട്ടുകാരിലേക്ക് ഇത്തരം അറിവുകൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.